ഇന്ത്യയുടെ കയറ്റുമതി തീരുവ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ ഭീഷണി എന്തായാലും ഇന്ത്യക്ക് മേൽ വീഴാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. 25% തീരുവ കൂടിയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്കാണ് ആദ്യത്തെ 25% വർദ്ധിപ്പിച്ചത്. അങ്ങനെ നോക്കിയാൽ ആകത്തുകയിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന തീരുവ 50% മാറി. ഒരുപക്ഷെ ഇനിയും ഇത് വർദ്ധിച്ചേക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ട്രംപ് എന്തായാലും ഒപ്പുവെച്ചിട്ടുണ്ട്. ട്രംപിന്റെ മുഴുത്ത ഭ്രാന്തിനിടയിൽ ഒരുപക്ഷെ ഇനിയും തീരുവ വർദ്ധിച്ചേക്കാം. പറയാൻ പറ്റില്ല അയാൾ എങ്ങനെയാണ് ചിന്തിക്കുകയെന്ന്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരായി താക്കീതാണ് ഇതെന്നും ഇതൊരു പിഴച്ചുങ്കമാണെന്നുമാണ് ട്രംപിന്റെ ഭാഷ്യം. അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്നാണ് 25% കൂടി അധികമായി ചുമത്തുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. 3 ആഴ്ച കഴിഞ്ഞ് എന്തായാലും ഇത് പ്രാബല്യത്തിൽ വരും. നോക്കൂ, ഇന്ത്യയും റഷ്യയുമായി കഴിഞ്ഞ എത്രയോ നാളുകളായി അഭേദ്യമായ ബന്ധമുള്ള ഒരു രാഷ്ട്രങ്ങളാണ്. കൃത്യമായ നയതന്ത്ര ഇടപാടുകൾ, കൃത്യമായ സൗഹൃദ രാഷ്ട്രമാണ് ഇന്ത്യയുടെ റഷ്യ. ഈ ഘട്ടത്തിൽ അമേരിക്ക നിരവധി സാധനങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് ഇവർക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ജിയോപൊളിറ്റിക്സിൽ അങ്ങനെ നൈതികതയും സ്ഥിരമായ സൗഹൃദങ്ങളും ഒന്നും ഇല്ലെങ്കിലും ട്രംപിന്റെ ഈ തോന്നിവാസം അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രലേഖകൻ ബഷീർ പെങ്ങാട്ടിരി വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം പങ്കുവച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം സമകാലിക ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ചർച്ചകളിലൊന്നാണ്. യുദ്ധം ആരംഭിച്ച നാൾ മുതൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചപ്പോൾ ഇന്ത്യ റഷ്യയുമായുള്ള പ്രത്യേകിച്ച് ഊർജ്ജ രംഗത്തെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ ഇന്ത്യ കടുത്ത വിമർശനങ്ങൾ, ഉപരോധങ്ങളും നേരിട്ടു. എന്നാൽ ഇന്ത്യയെ വിമർശിക്കുന്ന ഇതേ രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കായി റഷ്യയുമായി പല സുപ്രധാന മേഖലകളിലും വ്യാപാരം തുടരുന്നുവെന്ന യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് അഥവാ ഹിപ്പോക്രസിയാണ് വ്യക്തമാക്കുന്നത്. 2022 യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വിലത്തകർച്ച ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ എണ്ണ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും അന്ന് അനിവാര്യമായിരുന്നു. ഇന്ത്യയുടെ ഈ നീക്കത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത് റഷ്യയുടെ യുദ്ധത്തിന് പണം നൽകുന്നതിന് തുല്യമെന്നാണ്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടയാൻ G7 രാജ്യങ്ങൾ ഒരു വിലപരിധി അഥവാ പ്രൈസ് ക്യാപ്പ് ഏർപ്പെടുത്തുകയും ഇന്ത്യക്ക് മേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ നിലപാട് വ്യക്തവും ശക്തവുമാണ്. അന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിൽ ഇരട്ടത്താപ്പിനെ പലതവണ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അതിങ്ങനെയാണ്: യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ്, എന്നാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന ചിന്താഗതിയിൽ നിന്നും യൂറോപ്പ് പുറത്തു വരണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സ്വന്തം ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുമാണ് പരമപ്രധാനം എന്നതായിരുന്നു ഇന്ത്യയുടെ സന്ദേശം. ഇന്ത്യയെ വിമർശിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തന്ത്രപ്രധാനമായ പല മേഖലകളിലും റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഉപരോധങ്ങളിൽ നിന്നും ഈ മേഖലകളെ അവർ ബോധപൂർവം ഒഴിവാക്കിയിരിക്കുന്നു. അമേരിക്കയിലെയും യൂറോപ്പിലെയും നിരവധി ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള റൊസാറ്റം കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന സമ്പുഷ്ട യുറേനിയം ഉപയോഗിച്ചാണ്. ഈ മേഖലയിൽ റഷ്യക്കുള്ള ആഗോള മേൽക്കോയ്മ കാരണം ആണവോർജ്ജത്തെ ആശ്രയിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഈ ഇറക്കുമതി നിർത്തിവെക്കാൻ സാധ്യമല്ല. പക്ഷേ ഇന്ത്യയോട് ഇവർ തിട്ടൂരം ഇറക്കും, നിങ്ങൾ എണ്ണ മേടിക്കാൻ പറ്റില്ല എന്ന്. എന്തായാലും ഈ ഇറക്കുമതിയൊന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നിർത്തിവെക്കാൻ സാധ്യമല്ലാത്തതിനാൽ റഷ്യൻ ആണവ വ്യവസായം ഉപരോധങ്ങളിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും മുക്തമാണ്. പെലേഡിയം, ടൈറ്റാനിയം, നിക്കൽ തുടങ്ങിയ ലോഹങ്ങൾ. ഈ വാഹനങ്ങളിലെ കാറ്റലിറ്റിക് കൺവേർട്ടറുകൾക്ക് അത്യന്താപേക്ഷിതമായ പലേഡിയത്തിന്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരിലൊന്നാണ് റഷ്യ. അതുപോലെ എയർബസ് പോലെയുള്ള യൂറോപ്യൻ വിമാന നിർമ്മാണ കമ്പനികൾക്ക് ആവശ്യമായ ടൈറ്റാനിയവും റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. ഈ ലോഹങ്ങളുടെ ഇറക്കുമതി മുടങ്ങിയാൽ അത് പാശ്ചാത്യ വാഹന വ്യോമയാന വ്യവസായങ്ങളെ ഗുരുതരമായി ബാധിക്കും. മറ്റൊന്നാണ് ഫെർട്ടിലൈസേഴ്സ് അഥവാ വളങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ രാസവള കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. റഷ്യൻ വളങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് ആഗോള ഭക്ഷ്യസുരക്ഷയെ അപകടത്തിലാക്കുകയും ലോകമെമ്പാടും ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. സ്വന്തം കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യൻ വളങ്ങളുടെ ഇറക്കുമതി തുടരുന്നുണ്ട്. യൂറോപ്പ് റഷ്യൻ പ്രകൃതിവാദത്തെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറച്ചെങ്കിലും ഹംഗറി പോലെയുള്ള ചില രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യൻ വാതകം വാങ്ങുന്നുണ്ട്. അതുപോലെ ബെൽജിയത്തിലെ ആൻഡ്വോർക്ക് പോലെയുള്ള ലോകത്തിലെ പ്രധാന വജ്ര വ്യാപാര കേന്ദ്രങ്ങൾക്ക് റഷ്യൻ വജ്രങ്ങൾ അനിവാര്യമാണ്. അതിനാൽ ഈ മേഖലയിലും ഉപരോധങ്ങൾ പൂർണ്ണമായിരുന്നില്ല. ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ നയം ധാർമ്മികതയേക്കാൾ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നതാണ്.
തങ്ങൾക്ക് അനിവാര്യമല്ലാത്ത മേഖലകളിൽ റഷ്യയെ ശിക്ഷിക്കുകയും സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതമുണ്ടാക്കുന്ന മേഖലകളിൽ റഷ്യയോട് ചേർന്ന് നിന്ന് വ്യാപാരം തുടരുകയും ചെയ്യുന്നതാണ് പാശ്ചാത്യരുടെ രീതി. ഇത് ഒരു നിയമാധിഷ്ഠിത ലോകക്രമം എന്ന പാശ്ചാത്യവാദത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നുണ്ട്. ഇന്ത്യയെ പോലെ വികസ്വര രാജ്യങ്ങൾ ഊർജ്ജത്തിനായി റഷ്യയെ ആശ്രയിക്കുമ്പോൾ അതിനെ അധാർമികമായി ചിത്രീകരിക്കുകയും സ്വന്തം ആഡംബരങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഊർജ്ജാവശ്യങ്ങൾക്കുമായി അതേ റഷ്യയുമായി വ്യാപാരം തുടരുകയും ചെയ്യുന്നത് നയപരമായ കാപട്യമാണെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഇന്ത്യയുടെ റഷ്യൻ വ്യാപാരത്തെ ചൊല്ലിയുള്ള വിവാദം കേവലം ഒരു വ്യാപാര തർക്കമല്ല, മറിച്ച് മാറുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായ വിദേശ നയം രൂപീകരിക്കാനും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇരട്ടാപ്പ് തുറന്നു കാട്ടുന്നതിലൂടെ ഇന്ത്യ ആഗോളതലത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിയമങ്ങളും മാനദണ്ഡങ്ങളും ബാധകമാവണമെന്ന ശക്തമായ സന്ദേശം നൽകുക കൂടിയാണ്. ദേശീയ താല്പര്യം തന്നെയാണ് ഓരോ രാജ്യത്തിന്റെയും വിദേശ നയത്തിന്റെ ആത്യന്തികമായ അളവുകോൽ എന്ന് ഈ സംഭവം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകത്തുകയിൽ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വരുന്ന വർഷങ്ങളിൽ മാറിയേക്കാവുന്ന ഒരു രാഷ്ട്രത്തിനെതിരെയാകുമ്പോൾ ഇന്ത്യ അതിൻ്റെ കാർഷിക മേഖലകളെല്ലാം തന്നെ ട്രംപിന് മുന്നിൽ തുറന്നു കൊടുക്കണം എന്നതായിരുന്നു ട്രംപിന്റെ പിടിവാശി. അതും കൂടി നടക്കാതെ വന്നപ്പോൾ ഇല്ലാത്ത ഒരു പിഴച്ചുങ്കം എന്ന പേരിൽ ഇന്ത്യക്കുമെതിരെ 25% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതെന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ഒരു രാഷ്ട്രത്തെ ഇത്തരത്തിലാണോ ആക്രമിക്കേണ്ടത്? പക്ഷേ ഇന്ത്യ കുതിച്ചുയരും. ലോകത്തിൽ പല സാമ്പത്തിക ശക്തികളും ആഗോള മാനത്തിൽ ഉൾപ്പെടെ വീണു പോകുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ പിടിച്ചു നിന്നതിന് അതിനൊരു കരുത്തുണ്ട്. എന്തായാലും ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾക്ക് മേലൊന്നും തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയും ആ തരത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വളർന്നു വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന സാമ്പത്തിക വ്യവസ്ഥയോട് കടുത്ത അസൂയയുണ്ട്. അതുതന്നെയാണ് പ്രതിഫലിക്കുന്നത്.